തിരുസന്നിധിയിൽ അൽഫോൻസാമയോടൊപ്പം ധ്യാനിക്കുന്ന നമുക്ക് 9-ാം ദിവസമായ ഇന്ന് അൽഫോൻസാമയുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തിരുവചന അധിഷ്ഠിതമായ ജീവിതത്തെക്കുറിച്ചും അല്പസമയം നമുക്ക് വിചിന്തനം ചെയ്യാം. അൽഫോൻസാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സഹനം, ത്യാഗം, ക്രൂശിതനോടുള്ള സ്നേഹം, കുരിശുമരണം ഇതെല്ലാമാണല്ലോ. എന്നാൽ അമ്മയുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അമ്മയുടെ സഹനം, ത്യാഗം, ക്രൂശിതനോടുള്ള സ്നേഹം ഇതെല്ലാം തിരുവചനത്തിൽ അടിയുറച്ചതായിരുന്നു എന്ന്. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 119 പറയുന്നു, കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാണ്. ഈ വചനഭാഗം അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ അൽഫോൻസാമയുടെ ആദർശവാക്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ജീവിതത്തിലെ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും സ്വയം അഴിയുവാനും മറ്റുള്ളവർക്ക് വേണ്ടി അഴിയുവാനും അപരനെ ശ്രേഷ്ഠനായി കരുതുവാനും അപരനിലേക്ക് കടന്നു ചെല്ലുവാനും അമ്മയെ സഹായിച്ചത് ഈ തിരുവചനമായിരുന്നു. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതെ, ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം തിരുവചനത്തിൽ ആഴമായ ഒരു ജീവിതം പടുത്തുയർത്തിയേ മതിയാകൂ. ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും ഏകാന്തതകളിലുമെല്ലാം അമ്മയെ തളരാതെ മുന്നോട്ടു പോകുവാൻ സഹായിച്ചത് തിരുവചനത്തിൻ്റെ ശക്തിയായിരുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 1 പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതെ, കുഞ്ഞുനാളിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട അന്നക്കുട്ടിക്ക് വളർത്തമ്മയുടെ കൈകളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അസ്വസ്ഥതകളും സഹനങ്ങളുമെല്ലാം ഉണ്ടായപ്പോഴും സങ്കീർത്തകന്റെ മനോഭാവം എപ്പോഴും അമ്മയുടെ മനോഭാവമായിരുന്നു. സങ്കീർത്തനം 71 പറയുന്നു, കർത്താവേ, അങ്ങാണെൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണെൻ്റെ അഭയം. ലോകത്തിൻ്റെ ആകർഷണങ്ങൾക്കിടയിലും ദൈവവിളിയെ തിരിച്ചറിയുവാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചത് തിരുവചനത്താലാണ്. നാം ഇന്ന് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം ശബ്ദങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ശബ്ദങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ശബ്ദങ്ങൾ, അസ്വസ്ഥതയുടെ ശബ്ദങ്ങൾ, അസമാധാനത്തിൻ്റെ അപസ്വരങ്ങൾ, ഇതെല്ലാം നമ്മെ സ്വാധീനിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വേറിട്ട തിരുവചനത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് ദൈവത്തോടുള്ള സ്നേഹം ഒന്ന് മാത്രമായിരിക്കും. അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതം നിറവേറ്റണമെങ്കിൽ തിരുവചനത്തോട് നാം ചേർന്ന് നിൽക്കണം. രണ്ടാമതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 22 പറയുന്നു, പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ബാല്യകാലം മുതൽ രോഗങ്ങൾ, അസ്വസ്ഥതകൾ ഇതെല്ലാം അൽഫോൻസാമയെ സ്വാധീനിച്ചപ്പോഴും ദൈവഹിതത്തിന് അടിയറ പറയുവാൻ അൽഫോൻസാമ മറന്നില്ല. ദൈവത്തോടൊരിക്കലും അമ്മയ്ക്ക് പരിഭവം ഉണ്ടായിട്ടില്ല, പരാതി ഉണ്ടായിട്ടില്ല. ദൈവഹിതം സ്വീകരിക്കുക എന്നത് സഹനത്തെ ഇഷ്ടപ്പെടുക എന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് അടിയറവ് പറയുക, അതോടൊപ്പം തന്നെ ദൈവം എന്നെ മനസ്സിലാക്കുന്നു എന്ന ബോധ്യത്തിലേക്ക്, ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നതാണ്. മൂന്നാമതായി സഹനത്തെ അനുഗ്രഹമാക്കിയ ജീവിതമായിരുന്നു അൽഫോൻസാമയുടേത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അധ്യായം 8 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായിരുന്നു. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവം അറിഞ്ഞ് എനിക്ക് തരുന്ന എല്ലാ അനുഭവങ്ങളും സഹനങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ നീട്ടുന്ന കരത്തിൻ്റെ നിഴലാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെന്ന് അൽഫോൻസാമ മനസ്സിലാക്കിയിരുന്നു. രോഗങ്ങൾ അമ്മയെ വിശുദ്ധിയിലേക്ക് നയിച്ചു. ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും അമ്മയെ
ക്രൂശിതനിലേക്ക് അടുപ്പിച്ചു. അമ്മ മനസ്സിലാക്കിയിരുന്നു, കുരിശില്ലാതെ കിരീടമില്ല, സഹനമില്ലാതെ സൗഭാഗ്യമില്ല. ഭൗതികതയ്ക്ക് വേണ്ടി മരിക്കാതെ ആത്മീയതയിൽ ഉണരുവാനും ഉയരുവാനും സാധിക്കുകയില്ല എന്ന് അമ്മ തിരുവചനത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു. നാലാമതായി വചനധ്യാനവും പ്രാർത്ഥനയും. പഴയ നിയമത്തിൽ ജോഷയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അതെ, രാവും പകലുമുള്ള തിരുവചന ധ്യാനമാണ് ജീവിതത്തിലെ ഏതു നിമിഷങ്ങളിലും തളരാതെ പതറാതെ മുന്നോട്ടു പോകുവാൻ അൽഫോൻസാമയ്ക്ക് ശക്തി നൽകിയത്. വീണ്ടും വചനം പറയുന്നു, വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടുകൂടി പെരുമാറുവിൻ. സമൂഹ ജീവിതത്തിലും താൻ ഇടപഴകുന്ന ലോകത്തിലും താനുമായി ഇടപഴകുന്ന ഏതൊരു വ്യക്തിയിലും ഈ കരുണാർദ്ര സ്നേഹം ഒഴുക്കിയ വ്യക്തിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരുടെ ഹൃദയങ്ങളിൽ ഇടം ലഭിക്കുവാനും അമ്മയ്ക്ക് സാധിച്ചത് ഈ തിരുവചനത്തിൻ്റെ ശക്തി, അതിൻ്റെ ബലം ഒന്നു മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. വചന വായനയ്ക്ക് നാം സമയം കണ്ടെത്തുന്നുണ്ടോ? വചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും? ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ മൊബൈലിലൂടെയും വാർത്താവിനിമയങ്ങളിലൂടെയും അനേകം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. മൊബൈലിനും വാർത്തകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി നാം സമയം ചെലവഴിക്കുമ്പോൾ ദൈവവചനത്തിന് വേണ്ടി നാം എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? ദൈവമേ, അൽഫോൻസാമയെ പോലെ തിരുവചനത്തെ ആഴമായി സ്നേഹിച്ച് തിരുവചനത്തെ സ്വന്തമായി കരുതി ദൈവഹിതം തിരിച്ചറിയുവാനും ദൈവത്തോടൊപ്പം നടക്കുവാനും ദൈവത്തോടൊപ്പം ചരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈ ആരാധന നിമിഷങ്ങളിൽ ഇതിനുള്ള ശക്തിക്കായി നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മെ ആരാധനയിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവചനം തന്നെയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നരുളി ചെയ്തുകൊണ്ട് അങ്ങേ ശാന്തതയിലേക്ക്, അങ്ങാകുന്ന ശാന്തതയിലേക്ക് ഞങ്ങളെ മാടി വിളിക്കുന്ന ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് 1000 നന്ദി. അലറിമറിഞ്ഞിരുന്ന കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയ നാഥ, ഇന്നേ ദിവസം പലവിധ ചിന്തകളാലും വ്യഗ്രതകളിലും പെട്ട് ചിതറിയ ചിന്തകളും പതറിയ മനസ്സുമായി അങ്ങയുടെ തിരുമുൻപിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങ് ശാന്തമാക്കണമേ, സ്വസ്ഥമാക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ഈ ജീവിതത്തെ പൂർണ്ണമായും നിന്റെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. തിരുവചനത്തെ സ്നേഹിച്ച് തിരുവചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം ശക്തിപ്പെടുത്തണമേ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ അനുനിമിഷം നയിക്കുന്ന ദിവ്യകാരുണ്യമേ, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നരുളി ചെയ്തുകൊണ്ട് ദിവ്യ പ്രചോദനങ്ങളാൽ ഞങ്ങളെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യമേ, ഈ നിമിഷം അങ്ങേ തിരുമുൻപിൽ ഞങ്ങൾ ഈ നിമിഷമായിരിക്കുമ്പോൾ ദൈവമേ, സ്നേഹത്തോടെ ഞങ്ങൾ ഈ സമയം പാടി പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം എന്ന് തിരുവചനങ്ങളിലൂടെ അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ അളവറ്റ വിധം സ്നേഹിക്കുന്ന, പരിധിയും പരിമിതികളുമില്ലാത്ത വിധം ഞങ്ങളെ പരിപാലിക്കുന്ന അനന്ത സ്നേഹമേ, നിന്റെ കണക്കുകൾ പറയാത്ത, പിണങ്ങുവാനറിയാത്ത, ഒരിക്കലും പിരിയാത്ത സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ അടിയറ വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ നിമിഷം സ്നേഹപൂർവം തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് സ്നേഹപൂർവം പാടി ആരാധിക്കാം. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ
നിനക്കെൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ബലഹീന നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഇന്നലകളെ, ഇന്നുകളെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിജയങ്ങളെ, പരാജയങ്ങളെ, കുറവുകളെ, നിറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ, പോരായ്മകളെ എല്ലാം സമർപ്പിക്കുന്നു. ദൈവമേ, തിരുവചനത്തെ സ്നേഹിക്കുവാനും തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ ശക്തി വേണം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തിയായി, വ്യക്തിയായി, അഗ്നിയായി, അഭിഷേകമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, കൂട്ടുണ്ടാകണമേ. ഈ നിമിഷം നമുക്ക് ആത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിളിച്ചു വരുത്താം, പാടി പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ ഓരോ നിമിഷവും വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് കൂടെ നടക്കുന്ന നല്ല ദൈവമേ, ദിവ്യകാരുണ്യമേ, നിന്റെ തിരുമുൻപിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നിന്റെ മുൻപിൽ അടിയറ പറയുമ്പോൾ, തിരുവചനം ജീവിക്കാതെ പോയ നിമിഷങ്ങളെയും തിരുവചനത്തിന് സാക്ഷ്യം വഹിക്കാതെ പോയ നിമിഷങ്ങളെയും തിരുവചനം മറന്നുപോയ നിമിഷങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. ആത്മാവെ വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് തിരുവചനത്തെ സ്നേഹിക്കുവാനുള്ള ശക്തി ഈ നിമിഷം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുവചനം ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ പോയ നിമിഷങ്ങളെ നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കാം. തിരുവചനത്തിന് സാക്ഷ്യം നൽകാത്ത നിമിഷങ്ങൾ, അവസരങ്ങൾ, സാഹചര്യങ്ങൾ, തിരുവചനം മറന്നുപോയ നിമിഷങ്ങൾ, ഇതെല്ലാം സമർപ്പിച്ച് ആത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ, ഇടപഴകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം
രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളിൽ, പ്രതിസന്ധികളിൽ, കൈപ്പേറിയ നിമിഷങ്ങളിലെല്ലാം വചനത്തിൽ ആശ്രയിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പപേക്ഷിക്കാം. ദിവികാരുണ്യനാഥ, തിരുവചന ശക്തിയായി എന്നിൽ ആവസിക്കണമേ, നിറയണമേ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ജീവിതത്തിലെ ബലഹീന നിമിഷങ്ങളിൽ തിരുവചനത്തോട് കാണിച്ചിട്ടുള്ള അവഹേളനങ്ങൾ, അനാദരവുകൾ എല്ലാം നമുക്കൊരു നിമിഷം ഓർക്കാം. ദിവികാരുണ്യനാഥ, ഈ നിമിഷങ്ങളെയെല്ലാം വിശദീകരിച്ച് ആത്മാവ് ശക്തിയായി, വ്യക്തിയായി ഞങ്ങളിൽ ഇറങ്ങി വരുവാൻ, തിരുവചനത്തെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയം പാടി പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒപ്പമാകാൻ വേണ്ടി അപ്പമായി തീർന്ന ഈ ദിവികാരുണ്യ സന്നിധിയിൽ നമുക്കായിരുന്നു കൊണ്ട് തിരുവചന അഭിഷേകം ഈ നിമിഷം നമ്മളിലും നിറയപ്പെടുവാൻ ആഗ്രഹിച്ച്, ലോകം മുഴുവനിലും നിറയപ്പെടുവാൻ ആഗ്രഹിച്ച്, തിരുവചനാഭിഷേകം നമ്മുടെ പ്രിയപ്പെട്ടവരിലും, നമ്മുടെ കുടുംബാംഗങ്ങളിലും, നമ്മുടെ സമൂഹങ്ങളിലും, നമ്മുടെ നാട് മുഴുവൻ നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതനേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവചനം തന്നെയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യ